ഇവിടുത്തെ ജനത്തിരക്ക് കണ്ട് ശരിക്കും അന്തം വിട്ടുപോയി. അപ്പൊ ഹലോ ഗൈസ്, നമ്മളിപ്പോ കീഴൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. നിങ്ങൾ ഇവിടുത്തെ തിരക്കൊന്ന് നോക്കിയേ, നിന്ന് തിരിയാൻ സ്ഥലമല്ല, അത്രയ്ക്ക് തിരക്കാണ്. ഇത് ആക്ച്വലി ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ചന്തയാണ്. അങ്ങനെ നമ്മൾ ആൾക്കാർ നിൽക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും ജയന്റ് വീലും മരണക്കിണർ അങ്ങനെ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആദ്യം ഇതേ ടാറ്റയൊക്കെ തന്ന് ഡ്രാഗൺ ട്രെയിൻ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ കയറാൻ പോവാണ്. കൂടെ അമ്മയും ചേച്ചിയുണ്ട്. ഇതേ കണ്ടില്ല, അതിൽ കയറി തിരിച്ചിറങ്ങി വന്നപ്പോ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഗ്രൗണ്ടിലുള്ള പലതരം കച്ചവടക്കാരാണ്. ആദ്യം ഇതേ അവിടുന്ന് ഒരു ഫോണൊക്കെ വാങ്ങിയിട്ട് അത് കാണിച്ചു തരികയാണ്. എന്റെ ചേച്ചിക്ക് പിന്നെ എവിടെ പോയാലും കമ്മല് കിട്ടിയാൽ മതി. അവിടെയാണ് ഇഷ്ടം പോലെ കമ്മല് കച്ചവടക്കാരുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് റോഡിന്റെ രണ്ടു വശത്തും ഫുള്ള് കച്ചവടക്കാരാണ്. അതും പോരാഞ്ഞിട്ട് അതിന്റെ തൊട്ടുപുറത്ത് വലിയൊരു ഗ്രൗണ്ടിൽ മലബാർ മേള എന്ന് പറഞ്ഞ ഫുള്ള് കടകള്. അങ്ങനത്തെ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ നമ്മൾ ആദ്യം കാണുന്നത് ഇങ്ങനത്തെ കുറെ നമ്പർ എഴുതി വെച്ച ഗെയിംസ് ആണ്. എന്റെ കണ്ണു പോയത് ഫുള്ള് ഈ ബുക്സിലേക്കാണ്. അവിടെ വെച്ചിരിക്കുന്ന മൊത്തം ഒരുവിധം നല്ല ബുക്കുകളാണ്. അങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്നും കുറെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ പുറത്തിറങ്ങി. എന്നിട്ട് നടന്ന് നേരെ പരിപാടിയുടെ എൻട്രൻസിന്റെ അവിടെ എത്തി. സമയം 9:30 കഴിഞ്ഞ്. ഇപ്പോഴും ഇഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വണ്ടി വെച്ചെടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ബജിയും പാനിപ്പൂരിയൊക്കെ വിൽക്കുന്ന ഒരു കട കണ്ടത്. നമ്മൾ അവിടെ കയറിയിട്ട് ആദ്യം വാങ്ങിയത് ഒരു മുളക് ബജിയാണ്. അത് അടിപൊളിയായിരുന്നു. പിന്നെ വാങ്ങിയത് ഒരു പാനിപ്പൂരിയാണ്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നേ പറയാൻ പറ്റൂ. എന്തിന്റെ ഒരു ഫ്ലേവർ വല്ലാണ്ട് എടുത്തു നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കോളിഫ്ലവർ വാങ്ങി. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് എടുത്തിട്ട് പണ്ണാക്ക് പൊള്ളിയെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചേച്ചിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നടത്താൻ തുടങ്ങി. കാരണം നമ്മുടെ വണ്ടി അങ്ങ് ദൂരെയാണ്. ആദ്യം ഇതേ നടന്ന് ക്ഷീണിച്ചിട്ട് ഷെൻലേട്ടന്റെ തോളത്ത് കയറിയിട്ടുണ്ട്. 10 മണി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. നടന്ന് ക്ഷീണിച്ചപ്പോ നമ്മളൊരു ബസ് സ്റ്റോപ്പ് കയറിയിരുന്നു. ഷെൻലേട്ടൻ പോയി വണ്ടി എടുത്തിട്ട് വന്ന് ആദ്യമൊക്കെ വണ്ടി കയറി ഉറങ്ങിപ്പോയി. അങ്ങനെ ഫൈനലി 10:30 ആയപ്പോ നമ്മൾ തിരിച്ച് വീടെത്തി. ആദ്യം ഇതേ എന്റെ തോളത്ത് കിടന്ന് നല്ല ഉറക്കാണ്. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ഗൈസ്.